ചെങ്കടലിലെ ഹൂതികളെ കൊണ്ട് സഹിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയും ജർമ്മനിയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയാണ്. ഹൂതികൾ ആക്രമണം തുടരുന്ന ചെങ്കടലിൽ അങ്ങനെ ഇടപെടാൻ ഇപ്പോൾ യുഎസോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. മറ്റൊരു വഴിയുമില്ല. ഇസ്രായേലിലേക്ക് വരികയായിരുന്ന 2 വാണിജ്യ കപ്പലുകൾ കഴിഞ്ഞ ആഴ്ച ചെങ്കടലിൽ വെച്ച് ഹൂതികൾ സ്ഫോടന വസ്തു ഉപയോഗിച്ച് തകർത്തതിന് പിന്നാലെയാണ് അമേരിക്കയോട് അടിയന്തരമായി ഇടപെടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിലേക്ക് ഇസ്രായേലിന്റെ അടുത്ത നീക്കം വരുന്നു. തന്ത്രപ്രധാനമായ ചെങ്കടലിലേക്കുള്ള ചരക്ക് ഗതാഗതം ഹൂതികൾ ഏറ്റെടുത്തതായി ചെങ്കടലിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ അവരുടെ കയ്യിലാണെന്നും അതുകൊണ്ട് മറ്റു രാജ്യങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ അമേരിക്കയ്ക്കൊപ്പം സഖ്യം ചേരണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം. എയർ സ്ട്രൈക്ക് മാത്രമേ അമേരിക്ക ഈ ഹൂതികൾക്കെതിരായ നടപടി ഒതുക്കരുതെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമനിലെ ഹൂതികൾക്കെതിരെ യമൻ രാജ്യത്ത് നിന്ന് അവിടെ കരയുദ്ധമടക്കം ആക്രമണം നടത്തണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തോടും ട്രംപിനോടുമൊക്കെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബോംബർ വിമാനങ്ങളും മിസൈലുകളും ഒക്കെ ഉപയോഗിക്കണമെന്നും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുഎസ് ആകട്ടെ ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ തങ്ങളുടെ ഖത്തറിലെ വ്യോമത്താവളം മിസൈലിട്ട് ഭാഗികമായി നശിപ്പിച്ചതിന്റെ അരിച്ച് തീർന്നിട്ടില്ല യുഎസിന്. തിരിച്ചടിക്കാൻ ഒരുങ്ങിയെങ്കിലും അന്ന് ഇറാൻ വെടിനിർത്തലിന് വഴങ്ങിയതോടെ അമേരിക്കയും ഒന്ന് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. എങ്കിലും ഇറാനിട്ടൊന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇറാന്റെ മുഖ്യ പങ്കാളിയായ ഹൂതികൾക്കെതിരെയെങ്കിലും മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ പെന്റഗണിലെ അഭിപ്രായം. ഏതു നിമിഷവും യുഎസിന്റെ ഒരു ആക്രമണത്തെ യമന് വീണ്ടും പ്രതീക്ഷിക്കാം. കാരണം യുഎസിന് തങ്ങളുടെ ആധിപത്യം പശ്ചിമേഷ്യയിൽ ഇറാന് മുന്നിൽ കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ഇസ്രായേലിന് മാത്രമല്ല, ചെങ്കടലിൽ ചരക്ക് നീക്കം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾക്ക് എതിരാണ് ഹൂതികളുടെ നിലപാടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇതോടെ ജർമ്മനിയും ഓസ്ട്രേലിയയും ഹൂതികൾ നടത്തുന്ന കപ്പലാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തി. ഹൂതികൾ ആക്രമണം നിർത്തണമെന്നും മേഖലയിൽ സമാധാനം പാലിക്കണമെന്നുമാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഇതിനു പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ അധിനിവേശം നിർത്തി ഗാസ വിടുന്നതുവരെ ഹമാസിനെതിരായ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ഇസ്രായേൽ ചരക്ക് കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഹൂതികൾ നൽകിയ മറുപടി. ഇസ്രായേൽ സൈന്യം ഗാസ വിട്ടൊഴിയണം, അധിനിവേശവും വ്യോമാക്രമണവും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഹൂതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ വെടിനിർത്തിയിട്ടും അങ്ങനെ ഇസ്രായേലിനെതിരെ ഹൂതികൾ ആക്രമണം തുടരുകയാണ്. യമനിൽ നിന്നും ഹൂതികൾ ഇസ്രായേലിനെതിരെ മിസൈലുകൾ ഇപ്പോഴും പ്രയോഗിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് 2 ഹൂതി മിസൈലുകൾ ഇസ്രായേലിലേക്ക് കുതിച്ചെത്തിയെങ്കിലും അത് ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞ് തകർക്കുകയായിരുന്നു. ഗാസയിൽ ഇപ്പോൾ ഹമാസിനൊപ്പം തന്നെയാണ് ഹൂതികൾ. ഇസ്രായേൽ ഗാസ ഒഴിയുന്നതുവരെ ചെങ്കടലിൽ തങ്ങൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ് ഹൂതികൾ. അതാണ് ഹൂതികളുടെ ഭീഷണി. ജർമ്മനിയും ഓസ്ട്രേലിയയും അടക്കം രാജ്യങ്ങൾ ഇനിയും ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ ആ രാജ്യങ്ങളിലേക്ക് വരുന്ന, യൂറോപ്പിലേക്ക് വരുന്ന എല്ലാ ചരക്ക് കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയും ഹൂതികൾ പുതുതായി മുഴക്കിയിട്ടുണ്ട്. യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗതം അവിടെ തടയപ്പെടുമെന്ന വ്യക്തമായ സൂചനയാണ് ഹൂതികൾ നൽകുന്നത്. ചെങ്കടലിൽ യമനിലെ ഹൂതികളുടെ ആക്രമണം രൂക്ഷമാകുന്നതോടെയാണ് ഇറാൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പിനെതിരെ ഹൂതികൾക്കെതിരെ ആക്രമണം പുനരാരംഭിക്കാനായിട്ട് ഇസ്രായേൽ വീണ്ടും അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അത് ഹൂതി ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾ തന്നെയാണെന്നും ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാനാകില്ലെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഹൂതികൾക്കെതിരായ സംയുക്ത ആക്രമണത്തിന് ചെങ്കടലിലൂടെ കപ്പൽ ഗതാഗതം നടത്തുന്ന രാജ്യങ്ങളുടെ സംയുക്ത സഖ്യം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.